ലവ് മാരേജ് ആണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത്? ഇക്കാലത്ത് യുവതലമുറയിൽ ഭൂരിഭാഗം പേരും ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് കൺഫ്യൂഷനിലാണ്. പ്രണയവിവാഹമാണ് നല്ലതെന്ന് ആളുകൾ കരുതുന്നതിന് കാരണം നമ്മുടെ ഇണയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പരസ്പരം നന്നായി അറിയാം എന്നതുകൊണ്ടാണ്. എന്നാൽ വിവാഹശേഷം ദമ്പതികൾക്ക് പരസ്പരം നന്നായി അറിയാനുള്ള അവസരം ലഭിക്കുമെന്ന് അറേഞ്ച്ഡ് മാരേജിലുള്ളവർ പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം ശരി തന്നെ. എന്നാൽ അടുത്തിടെ ഒരു ഇംഗ്ലീഷ് വെബ്സൈറ്റിൽ നടത്തിയ സർവേയിൽ പുറത്തു വന്ന വസ്തുതകൾ എല്ലാവരെയും അല്പം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അറേഞ്ച്ഡ് മാരേജിലുള്ളവരെ അപേക്ഷിച്ച് ലവ് മാരേജിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് പങ്കാളിയെ സംശയിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഈ പഠനം പറയുന്നത്. പ്രണയവിവാഹത്തിന് ശേഷവും ആളുകൾ തങ്ങളുടെ പങ്കാളികളെ വഞ്ചിക്കുന്നു. പരസ്പരം സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത്, പിന്നെ എന്തിനാണ് പങ്കാളിയെ ചതിക്കുന്നത് എന്ന അതേ ചോദ്യം ഇവിടെയും ഉയരുന്നു. പ്രണയവിവാഹത്തിലായാലും ആളുകൾ തങ്ങളുടെ പങ്കാളിയെ ഉപേക്ഷിച്ച് മറ്റൊരാളുമായി ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ ചില കാരണങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഒന്ന്, ബന്ധത്തിൽ സന്തോഷക്കുറവ്. പല പ്രണയവിവാഹങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ബന്ധത്തിന്റെ തുടക്കത്തിൽ പങ്കാളിയുടെ തെറ്റുകൾ പോലും മറന്ന് അവരെ സ്നേഹിക്കുന്ന ആളുകൾ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ പ്രണയിതാക്കൾ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം അവരുടെ സ്നേഹം കുറയാൻ തുടങ്ങും. ചില ഘട്ടങ്ങളിൽ പങ്കാളിയുടെ വാക്കുകളിൽ ദേഷ്യം വരാൻ തുടങ്ങും. പങ്കാളിയുടെ തെറ്റുകൾ കണ്ടെത്താൻ ശ്രമിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ബന്ധത്തിൽ സന്തോഷം കണ്ടെത്താൻ ഇരുവർക്കും കഴിയാതെ വരും. ഇത്തരം കാര്യങ്ങൾ കാരണം പങ്കാളികൾ വേറെ സ്നേഹം തേടി പോകുന്നതിന് ഇടയാകുന്നു. 2, ശീലങ്ങൾ. ചിലർ ഒന്നിലധികം പേരെ ഒന്നിച്ചു കൊണ്ടുപോകുന്നത് വളരെ സാഹസികതയായി കരുതുന്നവരാണ്. വിവാഹത്തിന് ശേഷവും പങ്കാളി പലരുമായും സംസാരിക്കുകയും പല ബന്ധങ്ങൾ തുടരുകയും ചെയ്യുന്നു. അത് അവർക്ക് വളരെ രസകരമായി തോന്നിയേക്കാം. തങ്ങളെ ആർക്കും പിടിക്കാൻ കഴിയില്ലെന്ന് ഇത്തരക്കാർ കരുതുന്നു. ഇത്തരക്കാർ എല്ലാവരുമായും ഒരു ബന്ധം വളർത്തിയെടുക്കാനും ഇഷ്ടപ്പെടുന്നവരാണ്. 3, ലൈംഗികാഭിലാഷം നിറവേറ്റപ്പെടുന്നില്ല. ഒരു ബന്ധത്തിൽ പങ്കാളിയെ വഞ്ചിക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ കാര്യങ്ങളിലൊന്നാണിത്. പങ്കാളികൾ അവരുടെ ലൈംഗികാഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനായി മറ്റൊരാളുടെ അടുത്തേക്ക് പോകേണ്ട അവസ്ഥ. എല്ലാവരുടെയും ഹോർമോണുകൾ വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നത്. ചിലർക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംതൃപ്തി ലഭിക്കുന്നു, പക്ഷേ ചിലർക്ക് അങ്ങനെ സംഭവിക്കുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അവരുടെ പങ്കാളിയിൽ നിന്ന് നിറവേറാത്ത പക്ഷം സ്ത്രീയോ പുരുഷനോ ആരുമാകട്ടെ അവരുടെ പങ്കാളിയെ വഞ്ചിക്കുകയും മറ്റൊരാളുമായി ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ അവരുടെ ലൈംഗികാഭിലാഷങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു. 4, ബന്ധത്തിൽ സ്നേഹമില്ലായ്മ. നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ഒരു യാത്ര പോകുക, അവരോടൊപ്പം ഒരു സാഹസിക യാത്ര നടത്തുക, എല്ലാ മാസവും ഒരു ഡേറ്റിന് പോകുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ബന്ധത്തിൽ എക്കാലവും ഉണ്ടായിരിക്കണമെന്ന് പലരും ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങളുടെ ബന്ധം രസകരമായി നിലനിർത്തുന്നതിന് സഹായിക്കും. എന്നാൽ നിങ്ങളുടെ ബന്ധത്തിൽ ഇതെല്ലാം പെട്ടെന്ന് അവസാനിക്കുകയാണെങ്കിൽ ആ ബന്ധം വിരസമാകും. നിങ്ങളുടെ പങ്കാളി ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും അതിന് നിങ്ങൾ എതിര് നിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ ബന്ധം വഷളാകാൻ തുടങ്ങും. അത്തരം സാഹചര്യത്തിൽ ബന്ധത്തിൽ വഞ്ചനയ്ക്കുള്ള സാധ്യതയും വർദ്ധിക്കാൻ ഇടയാകും.